പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി എതിർക്കണമോ അനുകൂലിക്കണമോ എന്ന കാര്യത്തിൽ ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയാതെ രാഷ്ട്രീയ കക്ഷികൾ വിഷമിക്കുന്നതിനിടയിൽ വഖഫ് നിയമ ഭേദഗതിയെ താൻ പിന്തുണയ്ക്കുമെന്ന പ്രചരണങ്ങളെ തള്ളി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി. വഖഫ് വിഷയത്തിൽ ഇന്ത്യ മുന്നണിയുടെ നിലപാട് തന്നെയാണ് തനിക്കുള്ളതെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. മുനമ്പം വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ താൻ പറഞ്ഞത് ചിലർ വളച്ചൊടിച്ചതായും എം പി പറഞ്ഞു. അപ്പോൾ ഈ മുനമ്പം വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസാരിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ എന്താണെങ്കിലും പാർലമെന്റിൽ ഒരു നിയമം വരികയാണ്. ആ നിയമത്തിന്റെ ചർച്ചാവേളയിൽ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും, രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുക. അതായത് ഒന്ന്, ഏകപക്ഷീയമായിട്ടെന്നോ അതല്ലെങ്കിൽ ഒരു സുതാര്യമല്ലാതെ ഒരു തീരുമാനം വഖഫ് ബോർഡ് എടുത്തു എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല, അത് ഒഴിവാക്കണം, അതിനുള്ള വ്യവസ്ഥ ഉണ്ടാകണം. മറ്റൊന്ന്, ഒരു തീരുമാനം എടുത്താൽ അതിൽ വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പുള്ളവർക്ക് ഒരു ഉയർന്ന നീതിപീഠത്തെ സമീപിക്കാം, അപ്പീൽ പോകാൻ ഉള്ള ഒരു സാഹചര്യം കൂടി, സുഗമമായി പോകാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു കോൺട്രവേഴ്സിയുടെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ പറഞ്ഞത്, ഭാവിയിൽ ഇങ്ങനെയുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാതിരിക്കാൻ ഈ രണ്ട് വ്യവസ്ഥകൾ വരുന്നത്. എന്താണെങ്കിലും ഒരു നിയമനിർമ്മാണം, നിയമ ഭേദഗതി വരുന്നു, അപ്പോൾ അത് പാസ്സാവില്ലെന്നുള്ള വേറെ പ്രശ്നം. നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയാൽ ഈ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിലവിലുള്ള വ്യവസ്ഥകളിൽ വ്യക്തത വരണമെന്നും സുതാര്യമല്ലാത്ത ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഉണ്ടാകരുത് എന്നുമാണ് താൻ പറഞ്ഞത്. പാർട്ടിക്കും തനിക്കും മറ്റു നിലപാടേ ഉള്ളുവെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു.